ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന്. ഇപ്പം ഞങ്ങൾ ചേട്ടൻ്റെ നാട് കൊല്ലത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് ആൾക്കാർ വരണത്. അപ്പോൾ അവർ വൈകിട്ട് 5 മണിക്കാണ് വരണേന്ന് പറഞ്ഞത്. പക്ഷേ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കാർ എത്തിയിട്ടില്ല. അവർ ഗുരുവായൂർ പോയിക്കാണ്. ഗുരുവായൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വരണത്. അപ്പോൾ ട്രെയിന് തന്നെ ഇറങ്ങണത്. അപ്പോൾ ഇവിടുന്ന് വിളിക്കാനൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓണം ഉണ്ടോ കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് നമ്മൾ കഴിക്കണില്ല. നമുക്ക് അമ്പലത്തിലൊക്കെ പോകേണ്ടതുകൊണ്ട് അപ്പോൾ അവർ വരുമ്പോൾ ഏതായാലും നോണൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഏതായാലും നോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോണം എന്ന് പറഞ്ഞാൽ മീൻ കറിയാണ് കേട്ടോ. മീൻ കറി ഉണ്ട്, പിന്നെ കുറച്ച് കറി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ചെയ്തേക്കണം. ഞങ്ങൾ പെട്ടെന്ന് ഇനി നാളെ ഉണ്ടാക്കാമെന്ന് ഓർത്തത്. ഇപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ ഉണ്ട്. ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ കൂടി ഒന്നിച്ച്. അപ്പോൾ അത് ആ വിരുന്നുകാരെത്തിയിട്ട് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വീഡിയോ എടുക്കലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചമ്മലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പീച്ചിക്കൂടിനുണ്ടോ ഇതാ ഡയറി മിൽക്കൊക്കെ കൊടുത്തിട്ട് മേടിക്കണല്ലോ. ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കണതുകൊണ്ടാണ് അത് മേടിക്കാത്തത്. പിന്നെ അതാ പെട്ടെന്ന് നോക്കിക്കണം. അപ്പോൾ അത് മേടിച്ച് പിന്നെ ഭയങ്കര സന്തോഷം. അവരായിട്ട് ഭയങ്കര കൂട്ടുമായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്പലത്തിൽ പോകണേട്ടോ. അമ്പലത്തിൽ പൂമൂടലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം കൂടി പൊളിച്ച് വരാമെന്ന് ഓർത്തുകൊണ്ട് പോകണേന്ന്. ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് വേഗം വരണം. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ പീച്ചിക്കോട്ടൻ ചേച്ചിമാരായിട്ട് ഭയങ്കര കൂട്ടായി. അപ്പോൾ ഇവരൊക്കെ ഇനി ഭക്ഷണമൊക്കെ എടുക്കണം. മണി 8:30 ആയി. അപ്പോൾ അരിപ്പുട്ടൊക്കെ ഉണ്ട്, പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് മുള്ളാത്ത കൊണ്ടുവന്നിട്ടുണ്ടായി അവർ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ടേസ്റ്റ് ചെയ്യണേണ്ട് അടുക്കളയിൽ. ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഒത്തിരി കഴുകാനുണ്ട്. എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അങ്ങനെ ഞായറാഴ്ച നേരം വെളുത്ത് ഞായറാഴ്ച രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അവർക്കൊന്ന് പുറത്ത് പോകണം, എല്ലാവരും ഒന്ന് കറങ്ങണമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി വൈകിട്ട് അവർ പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുതിയിട്ട് ഇഡ്ഡലി സാമ്പാറും ഇതേപോലെ ഇന്ന് നോണായിട്ട് ഉണ്ടാക്കണം. അപ്പം ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കും അമ്പലത്തിൽ സദ്യകളോട് ഉണ്ണാൻ പോകും ഞങ്ങൾ. അപ്പോൾ ഇവർ ഏതായാലും കറക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം റെഡിയാക്കി വെക്കാൻ ഓർത്തിരിക്കുകയാണ്. സാമ്പാർ ഇതൊക്കെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവരിതാ പോകാനിറങ്ങി. അവരിനി പോയി എപ്പോഴാണ് വരണേന്ന് അറിഞ്ഞൂടെ. ഇനി മാളിൽ വല്ലയിടത്തൊക്കെ പോകാമെന്ന് അറിഞ്ഞൂടെ. അപ്പോൾ അവർ പോയിട്ട് പറ്റപ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 3 പേരും കൊണ്ട് അടുക്കളയിൽ നല്ല ജോലിയാണ് നിന്നുകൊണ്ട്. അപ്പോൾ അതാ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ വേണം, പിന്നെ തക്കാളി ചാറ്, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വറുക്കാനൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് എല്ലാം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.